ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്റർ വെൽനസ് പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രൊഫസർ ജിബു ജോർജ് വർഗീസ്. അദ്ദേഹം ചെന്നൈ ശ്രീ രാമചന്ദ്ര ഫാക്കൽറ്റി ഓഫ് സ്പോർട്സ് ആൻഡ് എക്സസൈസ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പളായി സേവനം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു. സാർ, ലോഗ് ബാക്ക് പെയിനെ പറ്റി ഒന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ബാക്ക് പെയിൻ എന്തുകൊണ്ടാണ് വരുന്നത്, അതിന് വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. നമ്മൾ ഈ ലോ ബാക്ക് എന്ന് പറയുമ്പോൾ അഗെയിൻ വെർട്ടിബ്രയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് അതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നല്ലോ, വെർട്ടിബ്ര എന്ന് വെച്ചാൽ എന്താണ്. സോ അതൊരു ഇപ്പോൾ കഴുത്തിൻ്റെ വെർട്ടിബ്ര എന്ന് പറയുന്നത് നമ്മളൊരു ഏഴ് ബോൺസാണ്. ഇപ്പോൾ ലോ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലംബാർ റീജിയൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ലംബാർ കഴിഞ്ഞിട്ട് സേക്രം വരും. സേക്രം ഏരിയയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലംബാർ റീജിയൻ എന്ന് പറയുന്ന ഒരു 5 വെർട്ടിബ്രയാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സർവിക്കൽ റീജിയനിലുള്ള വെർട്ടിബ്രേസിൻ്റെ സൈസ് കുറവാണ്, ചെറുതാണ്. അതേസമയത്ത് ലംബാർ റീജിയനിലുള്ള വെർട്ടിബ്ര ഇച്ചിരൂടെ അതിൻ്റെ ഒരു 3 ഇരട്ടി കാണും സൈസ്, അല്ലെങ്കിൽ 2.5 അല്ലെങ്കിൽ 3 ഇരട്ടി സൈസുണ്ട്. സോ അതൊരു 5 വെർട്ടിബ്രയാണ് ലംബാർ വെർട്ടിബ്ര എന്ന് പറയുന്നത്. L1 to L5 എന്ന് പറയും. സോ അഗെയിൻ ഈ ഓരോ വെർട്ടിബ്രയുടെ നടുക്ക് സർവിക്കലിലുള്ളതുപോലെ നമുക്ക് ഡിസ്ക് കാണും, ഈ L1 to L5. സോ ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഓവറോൾ ഡിസ്കഷനാണ്, അല്ലാതെ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ. നമുക്ക് ഈ കിട്ടുന്ന ടൈം നമുക്ക് അതിൻ്റെ ഒരു ഓവർവ്യൂ കാണാവുന്നേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ബന്ധപ്പെടാവുന്നതായിട്ട് ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് അവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലംബാർ റീജിയൻ എന്ന് പറയുന്ന ഈ വെർട്ടിബ്ര, അതിൻ്റെ ഡിസ്ക്, പിന്നെ അതിനെ ചുറ്റിയുള്ള മസിൽസ്, ലിഗമെൻറ്റ്സ്, മറ്റേ കണക്റ്റീവ് ടിഷ്യൂ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ 2 വെർട്ടിബ്രയ്ക്ക് നടുക്കുള്ള ജോയിൻറ്റ്സ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ. അപ്പോൾ വേദന, ഒരു വ്യക്തിക്ക് വേദന എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഹെൽത്തി ഏജിങ്ങിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ഒരു പ്രായമുള്ള വ്യക്തിക്ക് വേദന വരാൻ സാധ്യതകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ചിലപ്പോൾ ബോണിൻ്റെ വീക്ക്നെസ് കാരണം, ബോൺ ഓസ്റ്റിയോപൊറോസിസ്, അതിൻ്റെ ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞാലും വേദന വരാം. പക്ഷേ ആ ടൈപ്പുള്ള ഒരു വേദന ഒരുവിധം കണ്ടിന്യൂസ് വേദനയായിരിക്കും. എപ്പോഴും ഇരിക്കാനേ പറ്റുന്നില്ല, ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും വേദനയാണ്. സോ അങ്ങനെയുള്ള കണ്ടീഷനിലൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഓർത്തോപെഡീഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പക്ഷേ ബോൺ ഡെൻസിറ്റി സ്കാൻ എടുക്കാൻ പറയും. സോ അതിനൊരു പ്രത്യേക സ്കാനുണ്ട്. സോ ബോണിൻ്റെ ഡെൻസിറ്റി എത്രമാത്രം ഉണ്ട്, അതുപോലെ അതിനനുസരിച്ചായിട്ടുള്ള അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് എന്തൊക്കെയാണ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് എന്തൊക്കെയാണ്, അതൊക്കെ എടുക്കാൻ പറയും. അത് വെച്ച് അദ്ദേഹം അത് ടാലി ചെയ്യാൻ നോക്കും, ഇത് ഡെൻസിറ്റി ഇഷ്യൂ ആണോ. ബോൺ ഡെൻസിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പോസ്ചർ പ്രോബ്ലം ആയിരിക്കാം. പ്രത്യേകിച്ച് വലിയ വയറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ നോർമൽ കർവേച്ചർ മാറും, ബാക്കിൻ്റെ കർവേച്ചർ മാറും. ആ കർവേച്ചറിനനുസരിച്ചായ ട്രീറ്റ്മെൻറ്റും എക്സസൈസസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ കർവേച്ചർ മാറാൻ കാരണം വയറാണെങ്കിൽ വയറ് കുറയ്ക്കാനുള്ള എക്സസൈസസ്, അതുപോലെ ന്യൂട്രീഷണൽ അഡ്വൈസസ്, ഏതൊക്കെ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏതൊക്കെ ഡയറ്റിൽ ഏതൊക്കെ കുറയ്ക്കണം, അങ്ങനെയുള്ള ഡയറ്റ് മോഡുലേഷൻസ് പറഞ്ഞു തരും ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് നിന്ന്. സോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് റെജിം നമുക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ പോസ്ചർ അല്ല, ഒരുപക്ഷെ സർവിക്കലിൽ ഞാൻ പറഞ്ഞ പോലെ, കഴുത്തിൽ പറഞ്ഞ പോലെ മസിലിൻ്റെ വീക്ക്നെസ്, മസിലിൻ്റെ ഫെറ്റീഗ് കാരണമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഫെറ്റീഗ് ഹാൻഡിൽ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റും അതിൻ്റേതായ എക്സസൈസസ്, കാരണം പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കുള്ള എക്സസൈസസ് ചെറുപ്പക്കാരെക്കാട്ടിലും വളരെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസസ് ആയിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ അതനുസരിച്ചുള്ള എക്സസൈസസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ഈ ലംബാർ റീജിയനെ കുറിച്ചുള്ളതാണ്. അதைയും താണ്ടി ലംബാർ റീജിയൻ കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഈ നമ്മൾ അപ്രൈറ്റ് പൊസിഷൻ, അല്ലെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക, അങ്ങനെയുള്ള പൊസിഷനിൽ നമ്മുടെ വെയിറ്റ് താഴോട്ട് പോവുകയാണല്ലോ. തലയുടെ വെയിറ്റ് അല്ലാതെ നമ്മുടെ ചെസ്റ്റിൻ്റെ വെയിറ്റ്, ബാക്കിൻ്റെ വെയിറ്റ്, ആ വെയിറ്റ് മൊത്തം താഴോട്ട് കാലയിലോട്ട് പോവല്ലേ നിൽക്കുമ്പോൾ ആ വെയിറ്റ് താഴോട്ട് പോകുമ്പോൾ ഈ വെയിറ്റ് മൊത്തം ഞാൻ പറഞ്ഞില്ലേ, ലംബാർ കഴിഞ്ഞ് സേക്രം എന്നും പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. ആ സേക്രം, അത് കഴിഞ്ഞുള്ള സേക്രത്തിൽ നിന്ന് ബാക്കി അത് ആ വെയിറ്റിൻ്റെ ആ ഫോഴ്സ് ബൈഫർക്കേറ്റ് ആയിട്ട് 2 സൈഡിൽ കൂടെ ഹിപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ സേക്രം പ്ലസ് ഹിപ്പ് ബോൺ
അവിടെ ജോയിൻ്റ് ചെയ്യുന്ന ഒരു അവർ തമ്മിലൊരു ജോയിൻ്റ് ഉണ്ട്. ആ ജോയിൻറ്റിനാണ് സാക്രോയിലിയാക് ജോയിൻ്റ് എന്ന് പറയുന്നത്. സേക്രം ആൻഡ് ഈലിയം പാർട്ട് ഓഫ് ദ ഹിപ്പ് ബോൺ, അത് സേക്രോയിലിയാക് ജോയിൻ്റ് എന്ന് പറയും. അത് വേറൊരു ജോയിൻറ്റ്. സോ അവിടെയും മെക്കാനിക്കൽ ഡിസ്ഫങ്ഷൻ വന്നാൽ വേദന വരാം. ഓക്കെ, സോ ഇങ്ങനെ പല ഏരിയാസ് ഉണ്ട്. ഇതെല്ലാം കാരണം ബാക്ക് പെയിൻ വരാവുന്നതാണ്. അതേം താണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചില്ല, ഈ ട്യൂമേഴ്സ്, ഇൻഫെക്ഷൻസ്, ആ ഇൻഫെക്ഷൻസ് കാരണവും ബാക്ക് പെയിൻ വരാം. സോ അതൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. സോ എപ്പോഴും ഒരു മെക്കാനിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ക്ലിനിഷ്യൻ ആണെങ്കിൽ അദ്ദേഹം ഫസ്റ്റ് റൂൾ ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എമർജൻസി അല്ലെങ്കിൽ സീരിയസ് ത്രെട്ടനിങ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുന്നത്. ഓക്കെ സാർ, അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ലൈഫിലൊക്കെ കുറേ നാളിങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് കഴിയുമ്പം ഇവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ലോ ബാക്ക് പെയിനും ഒക്കെ വരാൻ അതെങ്ങനെയാണ് അതിൻ്റെ സാധ്യതകളൊക്കെ? ഓക്കെ, നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ അവർ സാധാരണ എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക് പെയിൻ എന്നുള്ളത് പെട്ടെന്ന് വരാൻ സാധ്യത കുറവാണ്. ഒരു മെക്കാനിക്കൽ ഒറിജിൻ ആണെങ്കിൽ ആദ്യം ഒരു ബാക്ക് പെയിൻ കാണും. അത് അദ്ദേഹം ഒന്നിൽ വല്ല കുഴമ്പ് തേച്ചോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് തേച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പെയിൻ കില്ലർ എടുത്തോ അത് ഹാൻഡിൽ ചെയ്യാൻ നോക്കി കാണും. അന്നേരം അത് മാറിയും കാണും. അല്ലെങ്കിൽ ഒരുപക്ഷെ മാറി കാണത്തില്ല, അത് അങ്ങ് യൂസ്ഡായി കാണും. സോ ബേസിക്കലി നമ്മളൊരു എക്സ്റ്റേണൽ ഓയിൻമെൻറ്റ് തേക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു പുകച്ചിൽ വരും. അതിൻ്റെ ആ ഓയിൻമെൻറ്റേതായ ഒരു കണ്ടൻറ്റ് അവിടെ വരും. സോ ആ വേദന അവിടെ സപ്രസ് ആവുകയാണ്. അല്ലെങ്കിൽ പെയിൻ കില്ലർ എടുക്കുമ്പോഴും ആ വേദന അവിടെ സപ്രസ് ആവുകയാണ്. പക്ഷേ അത് ആ വേദന വരാനുള്ള കോസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ, അത് നമ്മൾ മാനേജ് ചെയ്തോ, അതവിടെ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മെക്കാനിക്കൽ കോസസിൽ. സോ അതവിടെ ഹാൻഡിൽ ചെയ്യാതെ ആ വേദനയും അല്ലെങ്കിൽ ആ സിംറ്റം മാത്രം സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തു, പക്ഷേ ഓൺ ദ ലോങ് റൺ നമ്മളത് അഡാപ്റ്റായി പോവുകയാണ്. സോ ബേസിക്കലി ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് പ്രീവിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻസ് എന്ന്. ഇപ്പോൾ ഒരു വേദന വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ആ വേദനയോട് അങ്ങ് യൂസ്ഡ് ആവും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഒരു ഫോഴ്സോടെ പിച്ച് നുള്ളുവാണെങ്കിൽ അല്ലെങ്കിൽ പിച്ചുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ നുള്ളിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അങ്ങ് കുറഞ്ഞ പോലെ തോന്നും. പക്ഷെ നമ്മൾ അതേപോലെ പിടിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ആ സ്കിന്നും ആ സർഫസും അതുമായിട്ട് അഡാപ്റ്റ് ആവുകയാണ്. അതൊരു വെരി സിമ്പിൾ എക്സാമ്പിളാണ്, വെരി ലെയിം ബട്ട് വെരി സിമ്പിൾ എക്സാമ്പിൾ. അതുപോലെയാണ് ഓരോ പെയിനും കാര്യങ്ങളൊക്കെ. സോ നമ്മൾ ആ പോസ്ചർ അഡാപ്റ്റ് ചെയ്യും, ഫോൾട്ടി പോസ്ചർ അല്ലെങ്കിൽ ഓൾട്ടേർഡ് പോസ്ചർ അഡാപ്റ്റ് ചെയ്യും. അതുമൂലം വരുന്ന ആ പെയിനും അങ്ങ് യൂസ്ഡ് ആകും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും പുതിയൊരു ഓൾട്ടേർഡ് പോസ്ചറിലേക്ക് മാറുമ്പോഴാണ് അടുത്ത പെയിൻ വരുന്നത്. പിന്നീടായിരിക്കും ഈ പോസ്ചറൽ ചേഞ്ചസ് കാരണം ഫങ്ഷൻ അഫക്റ്റ് ആവും. ഇതിനു മുമ്പ് ഫങ്ഷൻ അഫക്റ്റ് ആയില്ല, അഡാപ്റ്റേഷൻ വന്നിരുന്നെങ്കിൽ പോലും. പക്ഷേ ആ ഫങ്ഷൻ അഫക്റ്റ് ആവുന്ന ഒരു സ്റ്റേജിലാണ് അദ്ദേഹം ആലോചിക്കുന്നത്, അയ്യോ ഇത് ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇത് വേദനയാണല്ലോ, നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കാണണമെന്ന് ആലോചിക്കും. മനസ്സിലായോ? അതേ പുള്ളി ആദ്യമേ സെൻസിറ്റീവായിട്ട് ഇങ്ങനെ ഒരു വേദന വന്നല്ലോ, അതെന്താണ്, നമുക്കൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇതൊന്ന് ഈ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ നോക്കാമല്ലോ എന്ന് ആലോചിച്ചിട്ട് അത് വന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോകത്തില്ല. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമുക്കിത് കർട്ടൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോയതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരുപക്ഷെ ഡോക്ടറിൻ്റെ അടുത്തോ ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ പോലും അത് റിവേഴ്സ് ചെയ്യാനായിട്ട് ഇനിയും സമയമെടുക്കും. ആദ്യത്തെ സിറ്റുവേഷനിൽ തന്നെ വന്നായിരുന്നെങ്കിൽ നമുക്കിത് റിവേഴ്സിബിലിറ്റി ഇച്ചിലൂടെ ഈസി ആയിരുന്നേനെ. സോ അവിടാണ് ഒരു ക്രൂഷ്യൽ ഒരു ഡിസിഷൻ മേക്കിംഗ്, ആ വ്യക്തിയുടെ ഡിസിഷൻ മേക്കിംഗ് അവിടെ വളരെ ക്രൂഷ്യലാണ്. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വേദന കൂടി, അപ്പോൾ ആ ലംബാർ റീജൺ അല്ലെങ്കിൽ ആ ലംബാർ റീജണിൽ നിന്ന് വന്ന പ്രോബ്ലം പിന്നീട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഏതെങ്കിലും പിന്നെയും പുതിയൊരു പോസ്ചർ അഡാപ്റ്റ് ചെയ്യും. അതൊരു വേറെ സാധ്യതയാണ്. ഒന്നീ പെയിൻ സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ആ പെയിൻ അവോയ്ഡ് ചെയ്ത് മാറാൻ നോക്കിയിരിക്കുക. ഇപ്പോൾ നേരെ ഇരിക്കുമ്പോൾ നട്ടലിൻ്റെ നടുക്കായിട്ട് വേദനയുണ്ട്. അപ്പോൾ സ്ലോലി അദ്ദേഹം എന്ത് ചെയ്യും, ഒരു സൈഡിലോട്ട് ചാഞ്ഞിരിക്കുമ്പോൾ ആ ഫോഴ്സ് മൊത്തം ഒരു സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ മറ്റേ സൈഡ് എന്താവുന്നു അറിയത്തില്ല, മറ്റേ സൈഡ് ഫ്രീ ആയി. അപ്പോൾ ഈ സൈഡ് മൊത്തമായിട്ട് ചാഞ്ഞിരുന്നിട്ട് അവിടെ ഒരു പ്രഷർ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ പ്രഷർ കൊടുക്കുമ്പോഴത്തേന് ഈ റൈറ്റ് സൈഡ് ഹിപ്പിലോട്ടാണ് മൊത്തം പ്രഷറും പോകുന്നത്, ആ ഹിപ്പ് ബോണിലോട്ടാണ് പ്രഷർ പോകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ
നടുക്കൂടെ നടുക്കൂടെ സെൻറ്റർ പോകുന്നു. സെൻറ്റർ അത് കഴിഞ്ഞിട്ട് ബൈഫർക്കേറ്റ് ആകുന്നു. അപ്പോൾ ബൈഫർക്കേറ്റ് ആകുന്ന സ്ഥലത്ത് പ്രഷർ കൂടുതലും ഒരു സൈഡിലോട്ടാണ്. അതിനാണ് നമ്മൾ ഏസിമെട്രി എന്ന് പറയും. അപ്പോൾ ഏസിമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ പ്രഷർ ഇല്ല, മറ്റേ സൈഡിൽ കൂടുതൽ പ്രഷർ. സോ അവിടെ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്, ഒരു സൈഡിൽ മാത്രം ഫോഴ്സ് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ജോയിൻറ്റ് പിന്നീട് റിയാക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ ഒരു വേദന വരും. അവിടെ വേദന വരും, പിന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അത് ശരിക്കും ഹാൻഡിൽ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം? അപ്പോൾ അത് എന്തുകൊണ്ടാണ് വന്നത്? നമ്മളിങ്ങനെ ഡീവിയേറ്റ് ആയതുകൊണ്ട്, ഒരു സൈഡിലോട്ട് കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ട്. സോ ആദ്യം നമ്മൾ ന്യൂട്രൽ വരണം. ന്യൂട്രൽ വന്നു കഴിഞ്ഞാൽ സെൻറ്ററിൽ പെയിൻ ഉണ്ട്. സെൻറ്ററിൽ പെയിൻ എന്തുകൊണ്ട് വന്നു? അത് ബോണിൻ്റെ പ്രോബ്ലം ആണോ, ഡിസ്കിൻ്റെ പ്രോബ്ലം ആണോ, മസിലിൻ്റെ പ്രോബ്ലം ആണോ, അത് ഏതാണെന്ന് വെച്ചാൽ അവിടെ ഹാൻഡിൽ ചെയ്തിരിക്കണം. അത് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പ്രൈമറി സിറ്റുവേഷൻ. ഇത് സെക്കൻഡറി സിറ്റുവേഷൻ. സെക്കൻഡറി സിറ്റുവേഷനും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. പ്രൈമറി സിറ്റുവേഷനും ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ പേഷ്യൻ്റ് ഏത് സമയത്ത് എപ്പോഴാണ് ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗതി. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് ഫോളോ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഓരോ സ്റ്റെപ്പും പ്രയാസമായിട്ട് വരും. പിന്നെ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നു. അപ്പോൾ ചുമ്മാ ഇരുന്നാൽ തന്നെ അവരുടെ ബാലൻസ് അഫക്റ്റ് ആവും. നോർമൽ ആണെങ്കിൽ പോലും ക്രമേണ അവരുടെ ബാലൻസ് അഫക്റ്റ് ആവുന്ന ഒരു സ്റ്റേറ്റിലാണ്. സോ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനൊരു പ്രോബ്ലം കൂടെ വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആവും, ഭയങ്കരമായിട്ട് ഓൾട്ടർ ആകും. അഫക്റ്റ് ആകുമെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓൾട്ടർ ആകും. സോ സാധാരണമായിട്ട് നടന്നുകൊണ്ടിരുന്ന വ്യക്തി ഈ ബാക്ക് പെയിൻ മൂലം ബാലൻസിലും ഇഷ്യൂ വരും. ആ ബാലൻസിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റേതായ ചേഞ്ചസും ഇൻവോൾവ് ആകും. അതൊരു മൊത്തത്തിലൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആകുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ ബാലൻസിൻ്റെ ട്രെയിനിങ്, അവിടെ ബാലൻസ് ട്രെയിനിങ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഈ ബാലൻസ് ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ബാക്ക് പെയിൻ വരും. അപ്പോൾ നമ്മൾ ബാക്ക് പെയിൻ ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ബാക്ക് പെയിൻ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ മസിലിൻ്റെ പ്രോബ്ലമാണ്, മസിൽ ഫറ്റീഗ് ആകുകയാണ്, അല്ലെങ്കിൽ മസിൽ ടൈറ്റായിട്ടിരിക്കുകയാണ്. ഈ വയറുള്ള വ്യക്തിക്ക് എപ്പോഴും ആർച്ച് മുമ്പോട്ടായിരിക്കും. ആ ആർച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ മസിലിനെ സോഫ്റ്റൻ ചെയ്യാൻ പറ്റും, മസിലിന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, മസിലിനെ സോഫ്റ്റൻ ചെയ്യാൻ പറ്റും, മസിലിന് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. അതിന് തക്കതായ എക്സസൈസസ് കൊടുക്കാൻ പറ്റും. കിടന്നുകൊണ്ട് മലത്തിൽ കിടത്തിക്കൊണ്ട് താഴോട്ട് സ്പൈൻ താഴോട്ട് പ്രസ് ചെയ്യുന്ന എക്സസൈസ് കൊടുക്കാം. ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് ഫസ്റ്റ് കൈ വെച്ച് പ്രസ് ചെയ്യാൻ പഠിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ട് കൈയും പുറയിലോട്ട് വെച്ച് പ്രസ് ചെയ്യാൻ പറയാം. അതുപോലെ പല എക്സസൈസസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടവൽ റോൾ ചെയ്ത് പുറയിലോട്ട് വെച്ച്, അല്ലെങ്കിൽ ഒരു ഹാൻഡ് കർച്ചീഫ് റോൾ ചെയ്ത് പുറയിലോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്യാൻ പറയാൻ പറ്റും. സോ അങ്ങനെ പല എക്സസൈസസ് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ആ കണ്ടീഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അബ്ഡോമൻ കുറയ്ക്കുമ്പോൾ അതനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ടാവും. അബ്ഡോമൻ ഈ വയറ് കുറയ്ക്കുമ്പോൾ വയറിൻ്റെ ഫ്രണ്ടിലുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണം. അപ്പോൾ അതെല്ലാം ഈ ബാക്ക് പെയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സാണ്. സോ ആ ഫാക്ടേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും ബാക്ക് പെയിൻ മാറിക്കിട്ടും. പിന്നീട് വീണ്ടും നമുക്ക് ബാലൻസ് ട്രെയിനിങ്ങിലോട്ട് പോകാൻ പറ്റും. സോ അങ്ങനെ ഓരോരുത്തരും പ്രത്യേകിച്ച് പ്രായമാവുന്നവർ അവരുടെ ബോഡി വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഒരു ചെറിയ വേദന വന്നു കഴിഞ്ഞാൽ അത് മാറിക്കോളും, അല്ലെങ്കിൽ അത് സാധാരണമായിട്ട് എടുക്കാൻ പാടില്ല. അതെന്തായാലും പോലും ഉടനെ വന്നാൽ അത് എന്തുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റേതായ മെക്കാനിക്കൽ വശം പറഞ്ഞു കൊടുക്കാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാക്ക് പെയിൻ വന്നു, ഇത് എന്തുകൊണ്ട് വന്നതാണ്. ബാക്ക് പെയിൻ പല റീസൺ കൊണ്ട് വരാം. സോ അതാണല്ലോ ആദ്യം ചോദിച്ചല്ലോ, ബാക്ക് പെയിൻ്റെ പല റീസൺസ് എന്തൊക്കെയാണെന്ന്. സോ അതിൻ്റെ പ്രസക്തിയാണ്. അത് അസസ് ചെയ്തിട്ട് പല റീസൺസ് കാണും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതനുസരിച്ചുള്ള വരുന്ന പോസിറ്റീവ് ചേഞ്ചസ് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്താണ് പോകേണ്ടത്. കാരണം വ്യക്തി പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. 60+ ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രായമാകുമ്പോൾ അടുത്ത വരാവുന്ന പ്രോബ്ലം തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരാതിരിക്കാനുള്ള അഡ്വൈസ് കൊടുക്കാൻ പറ്റും. സോ അതൊക്കെയാണ് ഈ ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻ്ററിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി വീട്ടിലൊരു സോഫയുണ്ട്. സോഫയിൽ എപ്പോഴും ഒരു കോർണറിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ സോഫയെ കോർണറിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു സോഫ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ലോ സീറ്റഡ് ആയിട്ടുള്ളൊരു സർഫസാണ്. അവിടെ പോയി ഇരിക്കുക, അതിൻ്റെ ഒരു കോർണറിലോട്ട് ചരിഞ്ഞിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് കോർണറിലോട്ട് ചരിച്ച് ഒരു സൈഡിലോട്ട് മാത്രം വെയിറ്റ് കൊടുത്തിരുന്ന് കഴിഞ്ഞാൽ ദിവസവും നമ്മുടെ റെഗുലർ ആക്ടിവിറ്റിയിൽ നമ്മൾ അങ്ങനെ ഇരിക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ഉണ്ടാവും. ഒരു ദിവസം 2 ദിവസം കുഴപ്പമില്ല, പക്ഷേ തുടർച്ചയായിട്ട് അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ വീടുകളിലാണെങ്കിൽ പോലും രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ പോലും നേരെയല്ല കിടക്കുന്നത്, കൂടുതൽ സൈഡിലോട്ടാണ് ചരിഞ്ഞ് കിടക്കുന്നത്.
ആ സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്നത് പോലും പ്രയോറിറ്റി കൂടുതലും ഒരു പർട്ടിക്കുലർ സൈഡിലോട്ടാണ് താല്പര്യം. അങ്ങനെ വരുമ്പോഴത്തേന് ഇപ്പോൾ ഈ സോഫയിൽ ഇരുന്ന വ്യക്തി തന്നെ അവിടെ പോകുമ്പോഴത്തേന് ആ ജോയിൻറ്റിലോട്ടായിരിക്കും കൂടുതൽ സ്ട്രെസ്സ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ അഡീഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബോഡി വെയ്റ്റ്, ഒബീസാണോ, വണ്ണം അധികം ഏറെ വണ്ണമുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ ഓൾറെഡി അവിടെ ഇതിനു മുമ്പ് എന്തെങ്കിലും ട്രോമ നടന്നതാണോ, വീണാണോ, വീഴ്ചയിൽ ഏതെങ്കിലും എല്ല് പൊട്ടലുണ്ടായിട്ടുള്ളതാണോ. സോ ആ ഓരോ ഫാക്ടേഴ്സും നമുക്ക് അവിടെ കോറിലേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇത് കാരണമായിരിക്കുമോ, അല്ലോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സസൈസ് വല്ലതും ചെയ്തോ, ഇല്ല അത് തന്നെ ശരിയായി, ഞാൻ പിന്നെ നടക്കാൻ പോയി, കാരണം അന്നൊക്കെ ഞാൻ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന സമയം, അതുകൊണ്ട് എനിക്ക് ഒത്തിരി ദിവസം ലീവ് എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെയാണ് പേഷ്യൻസ് എക്സാമ്പിൾ പറയുന്നത്, റീസൺസ് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് അവിടെ നമുക്ക് അവരുടെ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ കംപ്ലീറ്റ് അല്ലെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അവരെ അത്രയും അഫക്റ്റ് ചെയ്തിട്ടില്ല, പേഴ്സണലായിട്ട് അഫക്റ്റ് ചെയ്തിട്ടില്ല. കാരണം അവർ പോയി ഇരിക്കുക, ജോലി ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കാറിലോട്ട് കയറുക, വീട്ടിലോട്ട് വരിക, അല്ലെങ്കിൽ ബസ്സിൽ കയറി ഇരിക്കുക, വീട്ടിലോട്ട് വരിക. അന്നേരം വന്ന ചെറിയ പ്രോബ്ലംസ് പോലും അവർ ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ കണക്കിടാതെ വരും. സോ അങ്ങനെ കണക്കിലാക്കാതെ വരുമ്പോഴത്തേന് ഇത് ഇന്ന് പ്രായമാകുമ്പോഴത്തേന് അതിന് ഇച്ചിരൂടെ പ്രോബ്ലംസ് കൂടും. സോ മസിൽ ഹാൻഡിൽ ചെയ്യുക, പോസ്ചർ ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്കിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ അത് അസസ് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്കിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കാല് ബലഹീനമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ കാലിൻ്റെ പത്തി മേളിലോട്ട് പൊക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ താഴോട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ കട്ടവിരലെന്ന് പറയുമല്ലോ, കട്ടവിരൽ ഫസ്റ്റ് തള്ളവിരൽ മേളിലോട്ട് പൊക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് താഴോട്ട് പോകുന്നു. അങ്ങനെയുള്ള പല ടെസ്റ്റ് വെച്ച് ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ മുട്ട് നീട്ടാൻ പറ്റുന്നില്ല, നീ ജോയിൻറ്റ് നീട്ടാൻ പറ്റുന്നില്ല, നീട്ടുമ്പോൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പല ടെസ്റ്റ് വെച്ച് അവർ നെർവ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും സ്കാൻ എടുക്കാൻ പറയും. അങ്ങനെ പല ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് അവർ കൺഫേം ചെയ്യും ഡിസ്കിൻ്റെ പ്രോബ്ലം ആണോ അല്ലയോ എന്ന്, അല്ലെങ്കിൽ വല്ല ട്യൂമേഴ്സോ ഇൻഫെക്ഷൻ ആണോ അതും ചെക്ക് ചെയ്യാൻ പറ്റും. അതും ഈ റിഫ്ലക്സസ് ചെക്ക് ചെയ്യുമ്പോൾ റിഫ്ലക്സ് വഴി ചെക്ക് ചെയ്യാൻ പറ്റും. സോ അതിലൊക്കെ അബ്നോർമാലിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ അവർ സ്കാനിൽ കൂടെ റീകൺഫേം ചെയ്യാൻ നോക്കും, അങ്ങനെ വീണ്ടും അടുത്ത ടെസ്റ്റിലോട്ട് പോകാൻ നോക്കും. സോ അതൊക്കെ റൂൾ ഔട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇത് മെക്കാനിക്കൽ കോസ് ആണെന്ന് മനസ്സിലാകും. സോ മെക്കാനിക്കൽ കോസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ഇൻ എക്സസൈസ്. സോ അതിന് എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെ ഈ ബാക്ക് പെയിൻ ഇഗ്നോർ ചെയ്താലുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നമുക്കൊരു പെയിനുണ്ട്, പ്രായമായ ഒരു വ്യക്തിക്ക് പെയിൻ വന്നിട്ട് അത് ഇഗ്നോർ ചെയ്തു, അപ്പോൾ ആ പെയിന് സിംറ്റമാറ്റിക്കായിട്ട് മാത്രം ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നു. സോ വേദന എന്നുള്ളത് ഒരു സിംറ്റമാണ്, പക്ഷേ ഇതിൻ്റെ വേറെ ഒരു വശമുണ്ട്. ആ മസിലിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ മസിൽ ഫറ്റീഗ് ആയത് കാരണമായിരിക്കും നമുക്ക് ആ പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാത്തത്. അതേ സമയത്ത് ആ മസിൽ കൂടുതൽ വീക്കായി കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൻ്റെ ഓരോ ഫങ്ഷൻസിനും വരും. അതായത് നമ്മൾ സാധാരണ നേരെ നിൽക്കുകയാണെങ്കിൽ രണ്ട് കാലും തറയിൽ വെച്ചാണ് നിൽക്കുന്നത്, അപ്പോൾ നമ്മുടെ ഈ ഏണിങ്ങനെ ആ രണ്ട് കാലിലും സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്, ഹിപ്പ് പെൽവിസ് എന്ന് പറയും. അതേ ഒരു കാല് പൊക്കുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്, ഒരു കാല് പൊക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് താഴോട്ട് വീഴണം, പക്ഷെ വീഴുന്നില്ല. കാരണം നമ്മളത് പിടിച്ചു നിർത്തുന്നു. അത് പിടിച്ചു നിർത്തുന്നത് ഇപ്പുറത്തെ സൈഡിലെ മസിലാണ്. സോ ആ സൈഡിലെ മസിലാണ് അത് പിടിച്ചു നിർത്തുന്നത്. സോ ഇത് രണ്ടും മസിലാണെന്ന് വെച്ചോ, ഇവിടെ ഇങ്ങനെ നമുക്ക് പെൽവിസ് ബോണ്, അതുകൊണ്ട് ഇതിങ്ങനെ കാല് മടക്കുമ്പോഴത്തേന് ഇത് താഴോട്ട് ഡ്രോപ്പ് ആകണം, പക്ഷെ ഡ്രോപ്പ് ആവുന്നില്ല. കാരണം ഈ മസിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തും, ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തും. സോ ഈ വേദനയുള്ള വ്യക്തി ഇതെല്ലാം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. റെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഇതെല്ലാം ക്രമേണ ഈ രണ്ട് സൈഡും അങ്ങ് വീക്കാകുമ്പോഴത്തേന്, കാരണം ഈ വേദന ഉള്ളത് കാരണം ആക്ടിവിറ്റി കുറയ്ക്കും. പ്രായമുള്ള ഒരു വ്യക്തി ആക്ടിവിറ്റി കുറയ്ക്കുമ്പോഴത്തേന് ഈ രണ്ട് സൈഡും കൂടെ വീക്കായി കഴിഞ്ഞാൽ നാളെ ഈ വ്യക്തിക്ക് ബാലൻസ് പ്രോബ്ലം വരും. നടക്കുമ്പോൾ ഇങ്ങനെ ആടി നടക്കും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സാധാരണ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്ന ഈ പ്രായമുള്ളവർ ചിലരൊക്കെ, അതും പ്രത്യേകിച്ച് വണ്ണമുള്ളവർ, രണ്ട് സൈഡിലോട്ടും ആടി ഇങ്ങനെ നടക്കും. ചോദിച്ചു കഴിഞ്ഞാൽ പറയുമല്ല എനിക്ക് നടുവിന് വേദനയുണ്ട്, അല്ലെങ്കിൽ പറയാം എനിക്ക് മുട്ടിന് വേദനയുണ്ട്, മുട്ടിന് വേദന ഉള്ളത് കാരണം ഞാനിങ്ങനെ നടക്കുന്നതാണ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ചിലപ്പോൾ നടുവിന് വേദനയുള്ളവരും അങ്ങനെ നടക്കും, കാലിൻ്റെ മുട്ടിന് വേദനയുള്ളവരും ഇതുപോലെ കോമ്പൻസേറ്റ് ചെയ്ത് നടക്കും, രണ്ട് സൈഡിലോട്ടും ആടി നടക്കും. സോ അങ്ങനെയുള്ള ആട്ടം ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ആ പെയിൻ്റെ അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോയെന്നാണ് എൻ്റെ അർത്ഥം. ആ ഫിസിക്കൽ ഡിസ്ഫങ്ഷൻ്റെ അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോയെന്നാണ്. ബട്ട് അതിൻ്റെ ബ്യൂട്ടി എന്ന് വെച്ചാൽ ഇറ്റ്സ് സ്റ്റിൽ റിവേഴ്സിബിൾ.
തിരിച്ചും നമുക്ക് റിവേഴ്സ് ചെയ്യാം. ചിലപ്പോൾ ഒരു പക്ഷേ ഡിഫോമിറ്റി കാണും, ചിലപ്പോൾ വല്ല ഡിഫോമിറ്റീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഡിഫോമിറ്റീസ് നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഈ മസിലിൻ്റെ ഇംബാലൻസ് ഒക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അവരുടെ കണ്ടീഷൻ ഇച്ചിരൂടെ ബെറ്റർ ആക്കാൻ പറ്റും. പക്ഷെ അവരതിനായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഈ എക്സസൈസിനായിട്ട് വരണം. വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡിഫറൻസ് ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാതിരിക്കാനായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ സെൻറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ടുള്ള അഡ്വൈസും അതിനായിട്ടുള്ള എക്സസൈസസും പറഞ്ഞു കൊടുക്കാം. ഒരുപക്ഷെ അവർക്ക് ഇത്രയും ദൂരമുള്ളവരാണെങ്കിൽ ഇത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒരു കൺസൾട്ടേഷന് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലോ പോലും വന്നിട്ട് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോയിട്ട് വീണ്ടും അവർക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ റിവ്യൂ ഒപ്പീനിയന് വന്നാൽ മതി. സോ അതുപോലെ അവർക്ക് ഹെൽപ്പാകും. അപ്പോൾ വീട്ടിലും അതേ എക്സസൈസ് ചെയ്യാം, വീട്ടിലും അതിനുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിലും അവർക്ക് എങ്ങനെ അത് പെയിൻ മാനേജ് ചെയ്യാം. ഒന്ന് പെയിൻ മാനേജ് ചെയ്യണം, രണ്ടാമത് ഫങ്ഷണൽ ആക്ടിവിറ്റി നോർമലൈസ് ചെയ്തുകൊണ്ട് വരണം. സോ ഇതിന് രണ്ടിനുമുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആ പെൽവിസിൻ്റെ അലൈൻമെൻറ്റ്, ബാക്ക് പെയിന്, പെൽവിസിൻ്റെ അലൈൻമെൻറ്റ്, ഈ ഓരോ കാര്യങ്ങളും, പിന്നെ ആ ജോയിൻറ്റിലോട്ട് ഈ സാക്രം തൊട്ട് ഈലിയം വരെയുള്ള ആ ജോയിൻറ്റിൻ്റെ ഹിപ്പ് ബോൺ വരെയുള്ള ആ ജോയിൻറ്റിൻ്റെ അലൈൻമെൻറ്റ്, ജോയിൻറ്റിൻ്റെ ഫങ്ഷന്, ഇതെല്ലാം പ്രിസർവ് ചെയ്തുകൊണ്ട് നോർമലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ നമ്മളിതെല്ലാം മാനേജ് ചെയ്യുമ്പോൾ അവരുടെ ഫങ്ഷണൽ എബിലിറ്റീസ് നോർമലൈസ് ആയിട്ട് തന്നെ കൊണ്ടുവരാം. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെയുള്ള വ്യക്തികൾ ഇത് ഇഗ്നോർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്രമേണ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ആടി നടക്കും. നാളെ ഇതേ വ്യക്തിക്ക് ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ പോലും ബുദ്ധിമുട്ട് വരും. ഞാൻ എഴുന്നേക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്, എനിക്ക് ഭയങ്കര വേദനയാണ്, എഴുന്നേൽക്കുമ്പോൾ തന്നെ അവിടെ ഏണിന് ഭയങ്കര വേദനയാണെന്ന് പറയും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയുമ്പോഴത്തേന് അത് ഇച്ചിരൂടെ കണ്ടീഷൻ മോശമായി വരികയാണ്. ഒരിക്കലും അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് വരാൻ അത് സമ്മതിച്ചുകൂടാ. അത് നമ്മൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ നമ്മളങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ആ വ്യക്തി മാത്രം തന്നെയാണ്. വേറൊരു പ്രോബ്ലം കൊണ്ട് വന്നതല്ല, അത് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളത് മനസ്സിലാക്കി നമ്മളതിന് വേണ്ടിയ കാര്യങ്ങൾ എത്രയും നേരത്തെ നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നോ അത്രയും നേരത്തെ അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടും. സർ, അതുപോലെ നടുവേദന കാരണം കാലിലേക്ക് ഒരു നംനെസ്സും പെയിനും ഒക്കെ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ഒരുപക്ഷെ നമ്മൾ ഈ ആദ്യം ഡിസ്കസ് ചെയ്തല്ലോ, ഡിസ്കിൻ്റെ പ്രോബ്ലം. ഈ ഡിസ്ക് വീണ്ടും നേരെ പുറയിലോട്ട് പുഷായി വരുവാണെങ്കിൽ അപ്പോൾ നമ്മുടെ ലിഗമെൻറ്റിലായിരിക്കും പോയി പ്രസ് ചെയ്യുന്നത്. അന്നേരം ആ ഏരിയ മാത്രം വേദന വരും. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്താൽ മതി. അതിന് കൺസർവേറ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ട്രാക്ഷൻ വെച്ച് തന്നെ നല്ല ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇന്നത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ ഡീകംപ്രഷൻ തെറപ്പി എന്നൊക്കെ പറഞ്ഞ് പല ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതിനൊക്കെ. പക്ഷേ അത് ലാറ്ററലായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സൈഡിലോട്ട് പോയി കംപ്രസ് ആവുകയാണെങ്കിൽ വീണ്ടും ഈ ഞരമ്പയിലായിരിക്കും പോയി പ്രസ് ചെയ്യുന്നത്, നെർവ്സിലായിരിക്കും പോയി പ്രസ് ചെയ്യുന്നത്. ആ നെർവ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കാലിലോട്ട് പോകുന്ന സെൻസേഷനും അവിടെ നെർവ്സിൻ്റെ ഫങ്ഷനാണോ സെൻസേഷൻ, ഈ ഉണർച്ച എന്ന് പറയുന്നതും ഞരമ്പിൽ നിന്ന് വരുന്ന ഫീലിങ്സാണ്. സോ ആ ഉണർച്ചയെല്ലാം കുറവാകും. ആ ഏരിയയിലുള്ള അവിടെ മൊത്തം മരത്ത് പോയി ഒരു പർട്ടിക്കുലർ ഏരിയ, ഈ പ്രസ്സാവുന്ന നെർവ് സപ്ലൈ ചെയ്യുന്ന ഏരിയ മാത്രം മരത്ത് പോയിരിക്കും, മരത്ത് പോയ പോലെ ഇരിക്കും. അതുപോലെ തന്നെ ചില ഈ നെർവ്സ് കാലയിലോട്ട് പോയി ഏതൊക്കെ മസിലിനെ സപ്ലൈ ചെയ്യുന്നു ആ മസിലിനൊക്കെ മറ്റേ നോർമൽ സൈഡിൽ അല്ലെങ്കിൽ ഈ വേദന ഇല്ലാത്ത സൈഡ് അല്ലെങ്കിൽ ഈ മരത്ത് പോകാത്ത സൈഡ് മറ്റേ സൈഡിനെക്കാട്ടിലും ബലഹീനമായിട്ടിരിക്കും. സോ അങ്ങനെ ബലഹീനമായിട്ടിരിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിക്ക് അനുഭവപ്പെടും. അതെന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഈ ഇടതേ കാലം എനിക്ക് കയറാൻ പറ്റുന്നുണ്ട്, വലതേ കാലം എനിക്ക് അതുപോലെ കയറാൻ പറ്റുന്നില്ല, പിടിച്ച് കയറേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ മുട്ടിന് വേദനയൊന്നുമില്ല. ചിലർക്ക് മുട്ടിന് വേദന വന്നാൽ അങ്ങനെ വരും. പക്ഷേ ഇത് മുട്ടിന് വേദനയൊന്നുമില്ല, പക്ഷേ മസിൽ മാത്രം ബലഹീനമാണ്, എനിക്ക് അത്രയും വെയിറ്റ് പൊക്കാൻ പറ്റും, എൻ്റെ ബോഡിയുടെ വെയിറ്റ് പോലും എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ എനിക്ക് നടക്കുമ്പോൾ കാല് തടുക്കുക, എവിടെയെങ്കിലും പോയി സ്റ്റെപ്പേൽ ഇടിക്കുക, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ കല്ലേ തട്ടുക. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയത്തില്ല സാറേ, ഇത്രയും പണ്ടൊക്കെ ഞാൻ നടക്കുമ്പോൾ നോർമലായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇടത്തെ കാല് തട്ടുന്നില്ല, പക്ഷേ വലത്തെ കാല് പോയി കല്ലേ പോയി തട്ടുക എന്ന് വെച്ചാൽ അത് എന്തോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നടന്നു പോകുമ്പോൾ കാലിങ്ങനെ പൊക്കാൻ പറ്റുന്നില്ല, അത് നോർമലായിട്ട് പൊക്കി നടക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ അപ്പോൾ ആ കാലിൻ്റെ പാദം പൊക്കേണ്ട മസിൽ വീക്കായി വരികയാണ്, അത് ക്രമേണ വീക്കായി വരികയാണ്. അത് പിന്നീട് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ട് സിംറ്റം വന്നിട്ട് അദ്ദേഹം പ്രായമുള്ള ഒരു വ്യക്തി പോയി ഡോക്ടറിനെ കാണുമ്പോഴായിരിക്കും, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത്
ഇന്ന മസിലിൻ്റെ വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ കോസ് ഒരുപക്ഷെ നട്ടലിൻ്റെ ആ ഡിസ്ക് കംപ്രഷൻ കാരണം ആകാം, അല്ലെങ്കിൽ എൻട്രാപ്പൻ ന്യൂറോപ്പതി എന്ന് പറയും. ഏതെങ്കിലും മസിലിൻ്റെ ഇടയിൽ കൂടെ ഈ നെർവ്സ് പാസ് ചെയ്യുമ്പോൾ ആ മസിലിൻ്റെ ടൈറ്റ്നസ് മൂലവും ഇതുപോലെ പ്രോബ്ലം വരാം. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ബോൺ ഗ്രോത്ത് കാരണം, എക്സ്ട്രാ ബോൺ ഗ്രോത്ത്, സോളിറ്ററി എക്സിസ്റ്റോസിസ് എന്ന് പറയും, ആ ബോൺ ഗ്രോത്ത് പോയി ആ ഞരമ്പിനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതുമൂലവും ഈ വീക്ക്നെസ് വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ പല റീസൺസ് കാരണം ബാക്ക് പെയിൻ വരാം. ഇതൊരു വളരെ വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ എസ്പെഷ്യലി ഈ വെർട്ടിബ്രയുടെ നെക്ക് പെയിനും ബാക്ക് പെയിനും എന്നൊക്കെ പറയുന്നത് വളരെ വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതൊക്കെ അതിനുള്ള എക്സാമിനേഷൻ അസസ്മെൻറ്റ് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതാണ്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് മാത്രം വളരെ ക്രിസ്പ് ആൻഡ് ബ്രീഫായിട്ടാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. താങ്ക് യു സർ. വെൽക്കം. ഇന്ന് നമുക്ക് സാറ് ലോ ബാക്ക് പെയിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ സാറിനോട് ചോദിച്ചു മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.